നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ലോലോലിക്ക അല്ലെ ചീമനെല്ലിക്ക അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ് ഗൂസ്ബെറി കഴുകി വെച്ചിരിക്കുന്നത് 1 കിലോ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി, കറിവേപ്പില, കായം, ജിഞ്ചർ ഓയിൽ. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വഴറ്റിയെടുത്താൽ മതി. ഫ്ലെയിം ഒത്തിരി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കാം. നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഒരു പകുതി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. ഗാർലിക്കൊക്കെ ഒരു ചെറിയ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നമ്മൾ ഉലുവ ചതച്ച് വെച്ചത് അത് ആവശ്യത്തിന് ആഡ് ചെയ്യുക. അച്ചാറിനൊക്കെ ഉലുവപ്പൊടിയാണ് നമുക്ക് ടേസ്റ്റ് തരുന്ന സാധനം. ആവശ്യത്തിന് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യാം.
അപ്പം നമ്മുടെ ലോലോലിക്ക നല്ല പുളിയുള്ളതാണ്. അപ്പോൾ നമുക്ക് എരിവ് കുറച്ച് വേണം. അപ്പോൾ അതിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി ഇത് ഈ മസാല എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരാനായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കായം, ആവശ്യത്തിന് കായം ആഡ് ചെയ്യാം. കായപ്പൊടിയും അച്ചാറിലൂടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമ്മൾ ചേർത്ത് കൊടുത്തു. മസാലയൊക്കെ നമ്മൾ ഫ്ലെയിം ലോയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. നല്ല പുളിയുള്ള സാധനമാണ്, അതുകൊണ്ട് നല്ലതുപോലെ ഉപ്പ് ചേർക്കണം. ഉപ്പ് നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ലോലോലിക്ക ഇട്ട് കൊടുക്കുകയാണ്. ലോലോലിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി വരാനായിട്ട് നമുക്ക് അല്പനേരം മൂടി വയ്ക്കും. എങ്കിലേ ഇതിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇതൊന്ന് വാടി വരുള്ളൂ.